ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ മന്ത്രി ശ്രീ രാജൻ, പ്രിയപ്പെട്ട മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ശ്രീ D ശിവൻകുട്ടി, ശ്രീമതി R ബിന്ദു, ശ്രീ AK ശശീന്ദ്രൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ലാലേട്ടൻ, നമ്മുടെ MLA മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാനിയായ മേയർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ, യുവജനോത്സവത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇപ്രാവശ്യത്തെ യുവജനോത്സവം? അപ്പം അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, അത് നാട്ടുകാരെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ യുവജനോത്സവം കാരണം ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല, ജനങ്ങൾ ഹൃദയത്തിലേറ്റും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കിട്ടി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ്. ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഈ സദസ്സിലേക്ക് നോക്കി, എന്തൊരു ക്രീമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. ഇവരെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ സ്വപ്നവും, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ്. ഞാൻ പറയും ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. നമ്മുടെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ഡിവിഡൻ്റായി മാറേണ്ട, ഈ സ്റ്റേറ്റിൻ്റെ ക്രീമായി മാറേണ്ട കുട്ടികളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം പേര് ഇവിടെ ഉണ്ടാകണമെന്നാണ്. ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. നിങ്ങൾ പോകുന്നതിന്, നിങ്ങളെ പോകാതെ ഈ കേരളത്തിൽ നിർത്തിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെയെല്ലാം നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയും എന്നത് യാതൊരു സംശയവുമുള്ള ഒരു കാര്യമല്ല. ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളം ഒരു വൃദ്ധസദനമായി മാറുമോ എന്നുള്ള പേടിയാണ്. ഒരിക്കലും ഉണ്ടാകരുത്.